നല്ല ആവി പാറുന്ന ചക്കപ്പുഴുക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇത് പുനലൂർ ഇടമണേൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. വൃത്തിയാക്കിയ ചക്ക നന്നായിട്ട് ഉപ്പൊഴിച്ച് ഒരു കലത്തിലോ ഇഡലി കുട്ടത്തിലോ ആവി കയറാൻ വെക്കണം. ഇതിൻ്റെ ചമ്മന്തിയാണ് ഹൈലൈറ്റ്. ചതച്ച് വെളുത്തുള്ളിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു ചമ്മന്തി. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്താണ് ഈ സംഭവം? പ്രവാസിയായ ചേട്ടന് അയൽവക്കത്തെ അമ്മയുടെ സ്നേഹ സമ്മാനം കൊടുത്ത് ഒരു കഷ്ണം ചക്ക എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണമെന്ന്. പുള്ളിയുടെ പകുതി ഡയറക്ഷനും അമ്മയുടെ ഫോണിൻ പ്രോഗ്രാമുകൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ധാരണയായി. ഇതിൻ്റെ കൂടെ നല്ല ചൂട് കട്ടച്ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ചക്ക വെന്ത് പാവമാകുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ തിരുമ്മിയിട്ട് കഴിഞ്ഞാൽ സംഗതി ഉഷാർ. നല്ല എരിയുള്ള ആ ചമ്മന്തിയിൽ മുക്കി ആ ചക്കയും ചക്കക്കുരു കഴിച്ചിട്ട് ആ ചൂട് കാപ്പിയോടെ കുടിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. കൊട്ടാരക്കര പള്ളിക്കൽ ഇതിങ്ങനെ ആരെയും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോ എവിടെയെങ്കിലും കഴിക്കുന്നതാണ് എന്നോട് ക്ഷമിക്കണേ. ഞാൻ ആദ്യമായിട്ടായിരുന്നു എനിക്ക് ആ എക്സ്പീരിയൻസ്. ഏഴിൻ്റെ പണിയായിട്ട് എന്ന് എനിക്ക് കിട്ടിയ റെസിപ്പിയാണെങ്കിൽ ഈ വരുന്ന ചക്കക്കാലത്ത് ഇതൊരു മസ്റ്റ് ഐറ്റം ആണേ.